ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടു. ശ്രീലങ്കൻ വിദേശകാര്യ സഹമന്ത്രി അരുൺ ഹേമചന്ദ്രയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനിടെ പെന്റഗൺ പുറത്തുവിട്ടു. PR അരവിന്ദ് ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്കയുടെ സ്ഥിരീകരണം വന്നതാണ്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുന്നു. ഈ ശ്രീലങ്ക ഇപ്പോൾ അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരണം 87 ആണോ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ, അരവിന്ദ്? 87 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ IRIS ദേനയിൽ ഉണ്ടായിരുന്നത് 180 പേരാണ്. യുദ്ധക്കപ്പലാണ്. ഇതിൽ 87 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 32 പേരെ രക്ഷിക്കാൻ സാധിച്ചുവെന്ന് ശ്രീലങ്കൻ നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന് തന്നെയാണ് ശ്രീലങ്കൻ നാവികസേന വ്യക്തമാക്കുന്നത്. ഗേലയിൽ നിന്ന് ഏകദേശം 40 മൈൽ ദൂരെ വെച്ചായിരുന്നു ഈ ആക്രമണം, അമേരിക്കൻ ആക്രമണം നടന്നത്. അന്തർവാഹിനി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇത്തരത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ ഉണ്ടായത്. ഫെബ്രുവരി 18 മുതൽ അതുപോലെ ഫെബ്രുവരി 25 വരെ ബംഗാൾ ഉൾക്കടലിൽ മിലാൻ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത യുദ്ധക്കപ്പലായിരുന്നു ഇറാനിയൻ കപ്പൽ. ഇത് മടങ്ങവെയായിരുന്നു ഇത്തരത്തിൽ US-ന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയും ഇതിൽ 87 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം ആദ്യമായാണ് US ടോർപിഡോ ആക്രമണത്തിൽ ഒരു യുദ്ധക്കപ്പൽ തകർക്കുന്നത്. ഇതിന്റെ ദൃശ്യവും അമേരിക്ക അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരുന്നു. കപ്പൽ തകർന്നടിയുന്നതെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നു. പക്ഷേ വലിയതുള്ള ആരോപണം ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ വിമർശനം ഇന്ത്യക്കെതിരെ ഇപ്പോൾ വിവിധ കോണിൽ നിന്ന് ഉയരുകയാണ്. കാരണം ഇന്ത്യയുടെ ഭാഗമായി നടന്ന ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെയുള്ള ആക്രമണത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ മൗനം പാലിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമായും ഒരു ചോദ്യം ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകണമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. ഇന്ത്യ സ്വന്തം അയൽവക്കത്തോ സ്വാധീനമില്ലെന്ന് അടക്കമുള്ള ചോദ്യങ്ങളും ഇപ്പോൾ കോൺഗ്രസ് വക്താവായ പവൻ ഖേര ഉയർത്തുകയാണ്. എന്തായാലും 87 പേരുടെ മരണം ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. പിന്നീട് അപായ സന്ദേശം ശ്രീലങ്കൻ നാവികസേനയ്ക്ക് ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നാവികസേനയും അതുപോലെ തന്നെ വ്യോമസേനയുമാണ് തിരച്ചിൽ നടത്തിയത്. 32 പേരെ രക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 180 പേരുണ്ട് എന്നതാണ് ഒരു സ്ഥിരീകരണം എത്തിയിരിക്കുന്നത്. അപ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. എന്തായാലും അമേരിക്കയുടെ ആക്രമണം ഇന്ത്യൻ സമുദ്രത്തിൽ മഹാസമുദ്രത്തിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ നടന്ന സംഘർഷങ്ങളുടെ ഒരു അലയൊലികൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ ഒരു പ്രതികരണം ഇനി എന്താകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉന്മേഷ്, ഈ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി നേരത്തെയും ഈ മരണക്കണക്കടക്കം സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. ഈ ചികിത്സയിലുള്ള ആളുകൾ, അവരുടെ ആരോഗ്യനില, അങ്ങനെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഈ അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ PR അരവിന്ദ്? ഉന്മേഷം, 32 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് ശ്രീലങ്കൻ നാവികസേന വ്യക്തമാക്കുന്നത്. അതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും നിരവധി പേർ 87 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 32 പേരെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇനിയും 60-ലേറെ പേരെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. വ്യോമസേനയും അതുപോലെ തന്നെ ശ്രീലങ്കൻ നാവികസേനയും സംയുക്തമായാണ് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ശ്രീലങ്കൻ നാവികസേന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ആശങ്കകൾ ഒഴിയുന്നില്ല. 87 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലും തിരച്ചിൽ പുരോഗമിക്കുന്നൊന്നും പരിക്കേറ്റവർക്ക് ഗാലയിലെ ആശുപത്രിയിലാണ് അവർ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് മതിയായ ചികിത്സാ സഹായങ്ങൾ നൽകുന്നു എന്നതാണ് ശ്രീലങ്കൻ നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയിൽ ഒരു നാവിക അഭ്യാസത്തിന് ശേഷം മടങ്ങിയ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ ആശങ്കയോടുകൂടി, കാരണം ശ്രീലങ്കൻ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഈ ഒരു സംഭവം നടന്നത്. പശ്ചിമേഷ്യയിലായിരുന്നു ഈ സംഘർഷം രൂക്ഷമായിരുന്നെങ്കിലും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ അലയൊലികൾ ഉണ്ടാവുകയാണ്. എന്തായാലും അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി തന്നെ ഇക്കാര്യം നേരിട്ട് വ്യക്തമാക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകുന്നു എന്നതാണ് ശ്രീലങ്ക വ്യക്തമാക്കുന്നത്. തിരച്ചിലും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ആ കടലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശാഖപട്ടണത്തിൽ നിന്ന് മടങ്ങുന്ന ഒരു കപ്പൽ എന്നുള്ള നിലയ്ക്ക് ഇതിപ്പോൾ കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി പരിഗണിക്കുന്നുണ്ടല്ലോ. ഈ അയൽപക്കം അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമായി വിട്ടുകൊടുക്കുകയാണോ എന്ന് കോൺഗ്രസിന്റെ വക്താവ് ചോദ്യം ഉന്നയിക്കുന്നത് ഈ മോദി ഉന്നമിട്ടാണല്ലോ, അരവിന്ദ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ഇറാന്റെ പടക്കപ്പൽ US തകർത്തത് അത് ഇന്ത്യൻ പ്രതിരോധ ഇടനാഴികളടക്കം വലിയ രീതിയിൽ ചോദ്യം ഉയർത്തുന്നതാണ്. കാരണം ഇന്ത്യൻ നാവികസേനയുടെ 2 പരിപാടികളിൽ പങ്കെടുത്തിയ ഇറാൻ പടക്കപ്പലാണ് ഇത്തരത്തിൽ അമേരിക്ക അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. കാരണം ഇന്ത്യയുടെ നാവിക അഭ്യാസത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ഒരു ശക്തി പ്രകടനം നടത്തിയ ഇതായിരുന്നു ഈ കപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഇന്ത്യക്കൊപ്പം നിന്നൊരു കപ്പൽ തിരിച്ചു മടങ്ങിപ്പോകവേ ഉണ്ടാകുന്ന ആക്രമണം അത് ഇന്ത്യക്ക് തന്നെ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാക്കുകയാണ്.
അതിലൊരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതാണ് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകണമെന്നതാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വന്തം അയൽവക്കത്ത് സ്വാധീനമില്ലേ എന്നും അയൽവക്കം വാഷിംഗ്ടണിനും അതുപോലെ തന്നെ ടെൽ അവീവിനും വിട്ടുകൊടുത്തോ എന്നും പവൻ ഖേര ഇപ്പോൾ എക്സിലൂടെ ചോദിച്ചിരിക്കുകയാണ്. രാജ്യത്തെ തുറമുഖങ്ങൾ ഉപയോഗിക്കുവാൻ US അനുവാദം നൽകിയോ എന്ന് കൂടി കോൺഗ്രസ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ വിമർശന വിഷയമായി ഇത് ഉയർന്നു വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കാരണം ഇസ്രയേൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി 2 ദിവസങ്ങൾക്ക് പിന്നാലെയാണ് ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രയേലും ചേർന്ന ഒരു സംയുക്ത വ്യോമാക്രമണം നടത്തുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി വിഷയങ്ങളിൽ അപലപിക്കുന്ന നിലപാട് ഇതുവരെ സ്വീകരിച്ചിരുന്നില്ല. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളിൽ ആശങ്ക മാത്രമാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അത് ഇന്ത്യ മറുപടി നൽകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രതിരോധ ഇടനാഴികളടക്കം ഇത് വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കാരണം അമേരിക്കയുടെ ഒരു കടന്നുകയറ്റം ഇതിലേക്ക് ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ഉയർത്തുന്നത്. ഉന്മേഷ്. ശരി, PR അരവിന്ദാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.